മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ മത്തായി 20:32 സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 20:32 ഈശോ അവിടെ നിന്ന് അവരെ വിളിച്ചു ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ലോകത്തിലെ വീരപുരുഷന്മാർ മറ്റുള്ളവരെ ഉപയോഗിച്ച് സ്വന്തം കാര്യങ്ങൾ നേടുന്നു. അലക്സാണ്ടറും നെപ്പോളിയനും ഹിറ്റ്ലറുമെല്ലാം മറ്റുള്ളവരുടെ ജീവൻ ബലി കഴിച്ച് സ്വന്തം ശക്തിയും പ്രശസ്തിയും നേടി. എന്നാൽ ലോകം അവരെ ഭയപ്പെട്ടു, സ്നേഹിച്ചില്ല. അവർ ഏകാന്തരാണ്. അവരുടെ മാർഗം ക്രൈസ്തവമല്ല. അവരുടെ സഹകരണം തേടുന്നതാണ് ക്രിസ്തീയ മാർഗം. ചിലപ്പോൾ ക്രിസ്തീയ വിശ്വാസികൾ പരീക്ഷയിൽ വീഴുന്നുണ്ട്. മുഖസ്തുതികൾ പറഞ്ഞും സമ്മാനങ്ങൾ കൊടുത്തും ആളുകളെ വശീകരിച്ച് കാര്യങ്ങൾ നേടുന്നവരുണ്ട്. എത്ര നല്ല കാര്യമായാലും മറ്റുള്ളവരെ ഉപയോഗിച്ചവ നേടിയെടുക്കുന്നത് ഈശോയുടെ സ്വഭാവത്തിന് ചേരുന്നതല്ല. ജെറിക്കോയിലെ കുരുടന്മാരോട് ഈശോ അവരുടെ ആവശ്യമെന്താണെന്ന് ചോദിച്ച് അവരുടെ സഹകരണം സമ്പാദിച്ച ശേഷമാണ് രോഗസൗഖ്യം കൊടുത്തത്. ഒരുവൻ തന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞപ്പോൾ കുറുനരികൾക്ക് കഴിയും, ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞു. കാര്യം വ്യക്തമായി മനസ്സിലാക്കിയവരും വരുംവരായികൾ ശരിയായി ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രമേ ആരായാലും തന്റെ ശിഷ്യനാകാവൂ എന്ന് ഈശോ നിർബന്ധം പിടിച്ചു. വ്യക്തികളെ സ്നേഹിക്കാതെ അവരെ ഉപയോഗിച്ച് നടത്തുന്ന എത്ര നല്ല കാര്യവും അവസാനം പരാജയമായിരിക്കും. രാഷ്ട്രീയക്കാർ വ്യക്തികളെ കണക്കിലെടുക്കാതെ അവരെ ഉപയോഗിച്ച് സാമൂഹ്യ നീതിക്കായി നടത്തുന്ന വിപ്ലവം ക്രൈസ്തവമല്ല. ദരിദ്രനായ ഒരു മനുഷ്യനെ ശ്രദ്ധിക്കാൻ ക്ഷമയില്ലാതെ ഇടവകയിൽ എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരിച്ചാലും അത് ഈശോയുടെ ആത്മാവിന് യോജിച്ചതല്ല. കുടുംബജീവിതത്തിലും അത് ശരിയാണ്. ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ ആജ്ഞയിൽ കീഴാക്കി പ്രവർത്തിക്കുന്നത് ഒരിക്കലും ശരിയല്ല. മറ്റുള്ളവരെ ഉപയോഗിക്കുകയല്ല, സഹകരിപ്പിക്കുകയാണ് ക്രൈസ്തവ മാർഗം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.